അപ്പോൾ ഇന്ന് രാവിലെ നാശ്തയ്ക്ക് പീസ് കറിയാണ്, വൈറ്റ് പീസ്. അത് നന്നായി രാത്രി കുതിർത്ത് വെച്ചിരുന്നു, കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി, ഇഞ്ചി, പിന്നെ സവാള, പച്ചമുളക് ഇതൊക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേകാൻ വെക്കാം. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ചായയും ആയിക്കൊണ്ടിരിക്കുകയാണ്. ചായ പൊടിയിട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഫ്ലാസ്ക് ഒഴിച്ച് വെക്കുകയാണ്. പാല് വേറെ തന്നെ തിളപ്പിച്ച് അപ്പോൾ വേണ്ടുമ്പോൾ കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പീസ് ഇവിടെ വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? ഗ്രീൻ പീസിൻ്റെ വൈറ്റ് പീസാണിത്, നല്ല ടേസ്റ്റാണിത്. അത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച തേങ്ങ ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തലേ ദിവസം അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇതല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതിയോ. ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ശരിക്കും നമ്മളെ സ്റ്റൂവിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും. അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നല്ല തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് താളിച്ച് കൊടുക്കാം. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇനി തണുത്ത് വരുമ്പോൾ നല്ല കട്ടിയായി കിട്ടും. അതില്ല, അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ അടിപൊളിയായിരിക്കും. അതുപോലെ ചപ്പാത്തിയുടെ കൂടെ ഇതായിരുന്നു ഇന്ന് കറി. നിങ്ങൾക്ക് എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, രാവിലെ ആക്കി വെച്ചതാണ്. തണിഞ്ഞതിന് ശേഷം കണ്ടില്ലേ, നമ്മുടെ ഗ്രീൻ പീസ് കറി നന്നായി തിക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലായിരിക്കണം. അപ്പോൾ ഇനി ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാം. ചപ്പാത്തിയിൽ കുറച്ച് ബട്ടർ വിറക്കിയതിന് ശേഷം ഇതായിരുന്നു ഇന്ന് രാവിലെ. ചപ്പാത്തി കഴിച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്നൊന്നും വിശക്കില്ല. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചക്കത്തത് കുറച്ച് ലേറ്റ് ആയാലും സാരമില്ല. ഓക്കെ ഗൈസ്.